സന്നിധാനത്തെ ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പലെന്ന പരാതിയിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. പരാതി ഉണ്ടായ ദിവസം നിർമ്മിച്ച അപ്പത്തിൽ ജലാംശത്തിന്റെ അളവ് കൂടുതലായിരുന്നു എന്നാണ് സൂചന. സന്നിധാനത്ത് നിർമ്മിക്കുന്ന അപ്പം അരവണ പ്രസാദങ്ങൾ നിത്യവും ലാബിൽ പരിശോധിച്ച് ഗുണനിലവാരവും ജലാംശ തോതും റിപ്പോർട്ടാക്കി സൂക്ഷിക്കാറുണ്ട്. ആ ദിവസം നിർമ്മിച്ച ഉണ്ണിയപ്പത്തിൽ 12.6% ജലാംശം ഉണ്ടായിരുന്നതായാണ് വിവരം. അരുൺ തുടരുന്നുണ്ട് അവിടെ നിന്ന്. അരുൺ, നമുക്കറിയാം 10% മാത്രമേ പാടുള്ളൂ എന്ന കണക്കിൽ നിന്ന് 12% എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം മണ്ഡലകാലം ഉണ്ടായതിനു ശേഷം ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ആരോപണം എന്നത് ഈ ഭക്തർക്ക് നൽകിയ ഈ ഉണ്ണിയപ്പ പ്രസാദത്തിൽ പൂപ്പലുണ്ടായി എന്നുള്ളൊരു വാർത്തയായിരുന്നു. അത് എറണാകുളം സ്വദേശികളാണ്, ഭക്തജന സംഘമാണ് എത്തിയവർക്കാണ് ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നു. ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷം ആ ഒരു വിഷയം ഏറെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തെ ഹൈക്കോടതി കാണിക്കുകയും സ്പെഷ്യൽ കമ്മീഷണറോട് റിപ്പോർട്ട് ആരായുകയും ചെയ്തിരുന്നു. എന്തായാലും സ്പെഷ്യൽ കമ്മീഷണറുടെ ആ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നാളെയാണ് ആ റിപ്പോർട്ട് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. അതിൽ ഒരു വലിയ ആശയക്കുഴപ്പം ദേവസ്വം ബോർഡിന് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പൂപ്പൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വരുത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ അത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതായത് ഓരോ ദിവസവും കൃത്യമായി ലാബിൽ പരിശോധന നടത്തുന്നു. നിത്യവും ഇവിടെ ഉണ്ടാക്കുന്ന അപ്പം അരവണ പ്രസാദങ്ങളൊക്കെ തന്നെ നിത്യവും പരിശോധിച്ചതിന് ശേഷമായിരിക്കും, ലാബിൽ പരിശോധിച്ചതിന് ശേഷമായിരിക്കും പുറത്തേക്ക് കൊടുക്കുക. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു പരാതി ഉയർന്ന ദിവസത്തിൽ 10% കൂടുതൽ ജലാംശം ഈ ഒരു ഉണ്ണിയപ്പത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ഈ ഉണ്ണിയപ്പം പൂക്കാനുള്ള ഒരു കാരണം, ഇത്ര വേഗം പൂക്കാനുള്ള ഒരു കാരണം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. എന്തായാലും ഈ റിപ്പോർട്ട് നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുക. ഇതിനുശേഷം ഹൈക്കോടതിയുടെ ഒരു നിലപാട് ദേവസ്വം ബോർഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തായാലും ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശബരിമലയിലെ നടവരവിൽ ദേവസ്വം ബോർഡിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒന്നാണ് അപ്പം അരവണ. അത് കൃത്യമായി തന്നെ വൃത്തിയോടെ, ശുദ്ധിയോടെ, പവിത്രതയോടെ, പരിപാവനമായി തന്നെ നൽകണം എന്നുള്ള ഒരു നിഷ്കർഷ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ആ ഒരു വിഷയത്തിൽ വീഴ്ചയുണ്ടായാൽ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അത്തരത്തിലൊരു പരാതി ഉണ്ടായാൽ അത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ നിലപാട് തന്നെയാണ് ഏറ്റവും പ്രസക്തമായുള്ളത്. ആ ഒരു നിലപാട് എന്താകും, ഈ വിഷയം കൃത്യമായി പരിശോധിച്ച് സമഗ്രമായി തന്നെ പരിശോധിക്കാനാണ് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, ഈ വിഷയങ്ങളൊക്കെ തന്നെ നാളെ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് എടുക്കുന്ന നിലപാട് എന്തെന്നടക്കമുള്ള കാര്യങ്ങൾ നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൂടിയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് പ്രകടവുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട്, ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദേവിക, അരുൺ, ആദ്യം പറഞ്ഞിരുന്നത് മഴയും മഞ്ഞും കാരണം ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് ന്യായീകരിച്ച് ഒഴിഞ്ഞു മാറാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചിരുന്നല്ലോ. ഇപ്പോൾ കൃത്യമായ കണക്കുകൾ പുറത്തെടുക്കേണ്ടി വന്നപ്പോൾ മാത്രമാണ് 12.6% ജലാംശം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സത്യം പുറത്തേക്ക് വരുന്നത്, അല്ലേ? തീർച്ചയായും എന്തായാലും ഹൈക്കോടതിയിലേക്ക് കൊടുത്ത ഒരു റിപ്പോർട്ടാണ് ഇതിൽ. എന്തായാലും കൃത്യമായി ഈ പരിശോധനകൾ ഓരോ ദിവസവും നടത്തുന്നുണ്ട്. ഈ പരിശോധിക്കുക മാത്രമല്ല, ഓരോ ദിവസവും ഇതിൻ്റെ കൃത്യമായ അളവുകൾ അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്തരം ഒരു സംഭവങ്ങൾ ഉണ്ടായാൽ ഒരു ആധികാരിക രേഖയായി തന്നെ ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ഒരു സന്നിധിയാണിത്. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കുന്ന പ്രസാദങ്ങൾ ഏറ്റവും പവിത്രമായി തന്നെ കാണണം, അത് ഏറ്റവും വൃത്തിയായി തന്നെ കാണണം. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഉണ്ടായ ഏലക്ക വിവാദമടക്കം വിഷം ചേർന്ന ഏലക്ക ഇട്ട അരവണ പ്രസാദം നിർമ്മിക്കുകയും അതിനുശേഷം ദേവസ്വം ബോർഡ് എടുക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, എത്രത്തോളം രൂപ നഷ്ടമായി എന്നടക്കമുള്ള വലിയ വിവാദങ്ങളൊക്കെ തന്നെ നമുക്ക് കൃത്യമായി അറിയാം. ആ ഒരു വിഷയത്തിൽ കൃത്യമായി ആ ഒരു വീഴ്ചയിൽ നിന്ന്, ആ ഒരു പിഴവിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൃത്യമായി ഇന്ന് എടുക്കുന്നത്. എന്തായാലും നാളെയാണ് ഏറ്റവും സുപ്രധാനമായ ദിനം. ആ ദിനത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിലപാട്, ഇടപെടൽ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്തിരിക്കുന്നത്. ശരിയാണ്.